ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല കിടിലനായിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ. ഉണക്ക മാന്തൾ കറിയാണ്, അടിപൊളിയാണ്. ഇതിൽ നങ്കിമീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, മാന്തൾ. അപ്പോൾ ഈ ഒരു മാന്തളുടെ മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചോറുണ്ണാൻ വേറൊരു കറി ആവശ്യം വരില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയേണ്ട കൂട്ടുകാർക്ക്, അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നങ്കിമീൻ കറി വെക്കാനായിട്ടുള്ള നങ്കിമീൻ ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിന് നമുക്കൊന്ന് നന്നായിട്ട് തോലൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച നങ്കിമീൻ, ഉണക്ക മാന്തൾ നമ്മൾ നന്നായിട്ടൊന്ന് തോലൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ആകുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി. ഉണക്കമീൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഉണക്ക മാന്തൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഇനി എങ്ങനെയാണ് കറി വെക്കണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഉണക്ക മാന്തൾ കറി വെക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഞാൻ സവോള എടുത്തിട്ടുണ്ട്, 2 സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നീളത്തിൽ കട്ട് ചെയ്തതാണ്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത തക്കാളിയാണ്, അതിങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മളിങ്ങനെ നടുവേ ഒന്ന് കട്ട് ചെയ്തിടണം. കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. നെക്സ്റ്റ് നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോള ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ഒരു സവോള ഫ്രൈ ആവാനായിട്ടുള്ള ഉപ്പ് നമ്മൾ എടുത്തിവിടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം, കുഴപ്പമില്ല. കാരണം ഈ ഒരു സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ആ ഒരു 3 മുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു കറി കഴിക്കുമ്പോൾ തന്നെ ഈ മുളകൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ മുളകൊക്കെ കിട്ടിക്കഴിയുമ്പോണ്ടല്ലോ നല്ലൊരു ടേസ്റ്റാണിതിന്. ഒരു എരിവൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. ഇതവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഉള്ളി. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഈ തക്കാളിക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം.
അപ്പോൾ തക്കാളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരും കേട്ടോ. കാരണം മുളകൊക്കെ നന്നായിട്ട് ഇതിൽ ഫ്രൈ ആയിട്ടുണ്ട്. മുളകും ആ ഉള്ളിയൊക്കെ ഫ്രൈ ആയതിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. അടിപൊളിയാണ്. നല്ല നാടൻ കറിയാണ്. മാന്തൽ കറി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ തക്കാളി ഇവിടെ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. ഒന്നുകൂടി ആവാനുണ്ട്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിതാ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് തക്കാളി. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ ഉണക്ക മാന്തൽ കറി ഇതാ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു നങ്കി മീനിൻ്റെയൊക്കെ ഈ ഒരു മണവും ടേസ്റ്റും അടിപൊളിയാണ്. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു നാടൻ കറിയാണിത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടെങ്കിലോ നമുക്ക് ഒരു ലോഡ് ചോറുണ്ണാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ചൊടിയുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.